നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. പെണ്ണാലോചിക്കാൻ നടക്കുന്ന ബ്രോക്കർ പണിയാണല്ലോ, അത് സ്വന്തം അളിയന്മാർക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനുവേണ്ടി ഇപ്പൊ കാലം പാടിയാൽ മതി, അല്ല എന്നെ വെറുതെ നന്നാക്കാൻ വേണ്ടി കച്ചേരി നടത്തണ്ട. എടാ പുല്ലേ, ഇതിപ്പോ നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, ആ കുഞ്ഞിനോട് വേണ്ടിട്ടാ നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ റിസ്ക് എടുത്തത്. ഓരോരുത്തരും നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്, പക്ഷെ കെട്ടാൻ മനസ്സിലെങ്കിലോ. അനിയനെ അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു കുടുംബ സ്നേഹി കൂടുതൽ സ്നേഹിക്കില്ലേ, പെണ്ണുമ്പോൾ എടുത്തിട്ട് ചവിട്ടും. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. രാമകൃഷ്ണൻ ഇപ്പൊ പോ. എടാ, അച്ഛൻ വാങ്ങിച്ച 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നീ ആ പെണ്ണിനെ കെട്ടണം, അതാ അതിന്റെ ന്യായം. അല്ലാതെ കൊമ്പയിലെ അഭിമാനവും പൊക്കിപ്പിടിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതേ ശരിക്കും പറഞ്ഞ പോക്കൃത്തരവാ. ഒന്ന് തന്നെ സ്വന്തം ചേട്ടനാ, വായി തോന്നുന്നു വിളിച്ചു പറയുന്നത്, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. തനി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി വളർത്ത്. തനിക്ക് വേണ്ടി അച്ഛൻ കടക്കാരനായത്, അത് വീട്ടാൻ ഞാൻ കെട്ടിക്കൊള്ളാം. തനി കുഞ്ഞിനെ പിടി, കൊണ്ടുപോയി വളർത്ത്, കൊല്ലി. നീ അതിന് കണിയിക്കാതെ. എന്നോട് തന്നെയുള്ള വെറുപ്പുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു. കണ്ണി ചോരയില്ലാതെ ഓരോന്ന് പറഞ്ഞ ആ ചേട്ടച്ചനെ വിഷമിപ്പിക്കരുത്. ആ കുഞ്ഞെന്ന് വെച്ചാ അയാൾക്ക് ജീവനാ. നമ്മൾ ഈ കല്യാണം ആലോചിച്ചത് തന്നെ തെറ്റ്. ഉണ്ണി എന്തിനാ അച്ഛനോട് കള്ളം പറഞ്ഞത്? കുഞ്ഞിന് നല്ല സുഖമല്ല, എനിക്ക് പോണം. പൊയ്ക്കോ, പക്ഷെ എനിക്കതറിയണം. ഉണ്ണി പറഞ്ഞ വിവാഹം കഴിക്കില്ലെന്ന്. എന്താ ഇപ്പൊ വേണ്ടത്? എനിക്കതറിയണം. പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നേരിട്ട് തന്നെ പറയാം. വിവാഹം കഴിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ വിലക്കെടുക്കാൻ നോക്ക. പക്ഷെ എനിക്ക് എന്റെ ഈ മീനാക്ഷിയെ വലുത്. നിന്നെ അല്ല ഏത് പെണ്ണെ ഞാൻ കെട്ടിയാലും എനിക്ക് ഇവളെ നഷ്ടപ്പെടും. നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ എന്റെ മീനാക്ഷിയെ വെറുക്കും. ഇവളൊരു ശല്യമായി തീരും. അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ഇവളെ ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുക്കലാക്കാൻ? ഇവൾ എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ നിനക്ക് അസൂയാണെന്ന്. അസൂയ മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ കുഞ്ഞിന് സുഖമില്ല. പക്ഷെ നീ നിന്റെ കാര്യം നോക്കുന്നത്. അപ്പൊ കെട്ടിയാലത്തെ കഥയാ. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ഇനി ഈ കാര്യം പറഞ്ഞ് മീര എന്നെ കാണാൻ വരരുത്. അത് നടക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. മീനാക്ഷി, ഒടുവിൽ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞു. കാണാൻ വരരുതെന്ന്, വിവാഹം കഴിക്കില്ലെന്ന്. ചാന്ത്, കൺമഷി, പിന്നെ വളാ, പിന്നെ അതിന് കാശും കയറണം. ജോലി കിട്ടുമ്പോ തരാം. പിന്നെ ബീഡിയുടെ വാടയുണ്ടോ? ഇല്ല. ഞാനൊന്ന് വലിച്ചു നോക്കി. അയ്യോ, ഭയങ്കര കയ്പാ. അമ്മ അറിഞ്ഞാ കൊല്ലും. ചേട്ടച്ചോട്ട് പോയിരിക്ക? ബലിയിടാൻ പോയിരിക്ക അച്ഛന്റെ. പിന്നെ ചേട്ടച്ചൻ വന്നാൽ ഞാൻ വീഡിയോ വിളിച്ചാലും പറയല്ലേ. പേടിച്ചു പോയോ? നീ നല്ല മിടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ? ചേട്ടച്ചൻ ബലിയിടാൻ പോയിട്ട് വന്നു? ഇല്ല. വരുമ്പോ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പറയാ എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റുമോ? ഇനി എണ്ണ പലഹാരം കുറെ തിന്ന. ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ.
എന്താ എന്താ കാര്യം? ഉണ്ട് മീനാക്ഷിക്ക് ഒരു വിശേഷം ഉണ്ട്. എന്താ വിശേഷം? അതെ ഇന്ന് തൊള്ള തുറക്കാതെ, അതൊക്കെ പെമ്പിള്ളാർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ? ഇപ്പൊ കാണണ്ട. ഞാൻ വിളിച്ചു കാണിക്കാം. കാണിക്കാൻ നടക്കുന്നു. നീ പോയി ആ കാർത്തിയാനി ചേച്ചിയും ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് നാളെ കുറെ വീട് ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ, ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട, 4 ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ആ. ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കയുടെ മൂട് പിന്നാരം ചോദിക്കാൻ നടക്കുന്നു ഒരു മരങ്ങോട്. ആ, പിന്നെ. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി. ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും അവള് വരില്ല. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ദർ ഈസ് ബ്ലഡ് ഓൺ ദ മൂൺ. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും. സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു ഋജുരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യനായി തീരുന്നു. ഇങ്ങനെയാണ് കറുത്ത വാവ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞവരൊന്നും അല്ല. അയ്യോ, എനിക്ക് വയ്യേ. ഞാനിനി എന്തോ ചെയ്യും എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ചേട്ടച്ചോ, എന്താ? എന്റെ ചേട്ടച്ചോ, ഈ പഠിപ്പേരൊന്ന് നിർത്ത്. അത്യാഹിതം പറ്റിയത് അറിഞ്ഞോ? ഏ? അയ്യോ, എന്റെ മനസ്സിൽ ചൂട്ട് പോലെ കത്തുവാ. എന്താ പറ്റിയമ്മേ? നിന്റെ തന്ത എന്ന് പറയുന്ന യന്ത്രനുണ്ടല്ലോ, അയാള് നമ്മളെ ഇട്ടേച്ച് പോയി. മിലിറ്ററി. അച്ഛൻ ചത്തോമ്മേ? ഓ, ചത്തങ്കി ഭേദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? അയാള് നാഗാലാൻഡുകാരി ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും. മാങ്കൂട്ടത്തില് ചെറിയച്ഛൻ ലീവില് വന്നിട്ടുണ്ട്. അയാൾ വന്ന് പറഞ്ഞതാ ഇനി നോക്കണ്ടെന്ന്. അമ്മ വീട്ടിലേക്ക് പോ, ഞാൻ പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് ജയിച്ചാ എനിക്ക് മിലിറ്ററി ചേരണം. ഏരണം കെട്ടവനെ, നിന്റെ ഒരു മിലിറ്ററി. തന്തയുടെ കൂടെ നീയും പോടാ. എന്നിട്ട് നാഗാലാൻഡ് ഒരു ചക്രക്കണ്ണി നോക്കിയിരിക്കുന്ന ചെല്ലടാ അങ്ങോട്ട്. നീ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദൈവമേ, എനിക്ക് ആരുമില്ല. ചേട്ടച്ചാ, ഈ നാഗാലാൻഡ് എവിടെയാ? എവിടെ ആയാലും ഒരു ദിവസം ഞാൻ അവിടെ പോവും. ചേട്ടച്ചാ, ആ ചേട്ടച്ചാ, പറഞ്ഞോടി. ശ്രദ്ധ മാറിയ എണ്ണയുടെ മൂപ്പ് കയറ്റും. ഇത്രയും ബന്ധപ്പാടുണ്ടായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഭാര്യർ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഈ എണ്ണയുടെ മണം കേട്ടാ മതി മുടി താനെ വളരുന്നു. അത് എങ്ങനത്തെ മുടി? എലുമ്പ മുടിയൊന്നും അല്ല, നല്ല ഉള്ളുള്ള മുടി. ചേട്ടച്ചൻ സർക്കസ് കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ? എന്താ ചോദിച്ചേ? 8ലെയും 9ലെയും കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ടൗണിൽ. ഇപ്പൊ ചെറിയൊരു മണം കിട്ടുന്നുണ്ടോ? ഇല്ല. ആയിട്ടില്ല. ആ, ഞങ്ങൾ 10ാം ക്ലാസ്സുകാരെ എസ്കേഷന് കൊണ്ടുപോകുന്നുണ്ട്. തീ ഇനി കുറച്ച് മതി. ചേട്ടച്ചൻ മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടോ? ഊട്ടി പോയിട്ടുണ്ടോ? കന്യാകുമാരിയിലോ തേക്കടിയിലോ പോയിട്ട്? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നാശം? ഈ ഭൂഗോളം ചുറ്റിക്കറങ്ങലായിരുന്നു എന്റെ പണി. എന്താ വേണ്ടേ? കാര്യം പറ. എസ്കേഷന് പോകുന്നവര് 150 രൂപയും പേരും നാളെ നാളെ അല്ല നാളെ കൊടുക്കണം. അത് നിർബന്ധമൊന്നുമില്ലല്ലോ, പോകുന്നവർ കൊടുത്താ പോരെ? എനിക്ക് വേണ്ട. പോകുന്നുണ്ട്. എക്സ്കർഷൻ എന്ന് പറഞ്ഞ് കണ്ട അവള് മാറുടെ കൂടെ കണ്ട കാട്ടിലും മലയിലും കൊക്കയിലും ഒക്കെ വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വീണേച്ച് വേണ്ട വരിയാക്കിയിരുന്നു പഠിക്കാൻ നോക്കോ. ക്ലാസ്സിൽ ബാക്കി എല്ലാരും പോകുമ്പോ നീ മാത്രം പോകുന്നില്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? എല്ലാവരും വിടുവെച്ചോല്ലോ. അതെ, ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി. മീനാക്ഷിയാ. അവളെ വളർത്തുന്ന ചേട്ടച്ചനുണ്ടല്ലോ, അയാളൊരു മൂരാച്ചിയാ. പൊയ്ക്കോ എന്റെ മുമ്പിൽ എണ്ണ തിളച്ചോണ്ടിരിക്കുക. കൊറിയ മോന്തയ്ക്ക് ഒഴിക്കപ്പോ. മീനാക്ഷി, അച്ഛനൊരു പഴഞ്ചൻ മട്ടുകാരനല്ലയോ? ഈ എക്സ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞ അവിടെ പിടിക്കത്തില്ല. അപ്പൊ വായി തോന്നിയതൊക്കെ പറയും. അത് കേട്ട് നീ പണം കണ്ട വല്ല കാര്യമുണ്ടോ? ഈ എണ്ണ വരട്ടി തരുന്നതേ അച്ഛനല്ല ചേട്ടനാ. വേണ്ട, ഞാനിപ്പോ കുളിക്കുന്നില്ല. നീ ചുമ്മാ വാശി പിടിക്കാതെ. അച്ഛനറിയാതെ
നിന്നെ ഞാൻ എല്ലായിടം കൊണ്ടുപോയി കാണിച്ചു തരാം. വേണ്ട, ചേട്ടച്ചൻ വെറുതെ നുണ പറയാ. നിന്നാണ് സത്യം. കൊണ്ടുപോവാന്ന് മാത്രമല്ല, നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അങ്ങ് അവിടുത്തെ കാര്യം അയക്കോ? അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ടന്റെ വീട്. എന്തൊരു ജഡയാന്ന് നോക്കിക്കേ. ഒരു ദിവസം അവിടെയും പോണം. ഞാൻ ആ ചേട്ടത്തിയെ കണ്ടിട്ടേ ഇല്ല. കാണുന്നിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ അത്? അച്ഛൻ മൈറ്റേണ്ട, എന്നിട്ട് പോയി നല്ല വണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്കേ. ഈ ഇഞ്ചയും പയറുപടി എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത്? വല്ല നേർച്ചയുണ്ടോ? കേറുവൻ തേക്കടി. ദേ താളി റെഡി. ചേട്ടച്ചൻ പൊയ്ക്കോ, ഞാൻ തേച്ചോളാം. ഇങ്ങോട്ട് കേറി വാ, പുറം ഞാൻ തേച്ചു തരാം. ശ്ശോ, ഞാൻ തേച്ചോളാന്നേ. വെറുതെ വാശി പിടിക്കല്ലേ. വാ. ചേട്ടച്ചൻ പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ആ, എന്നാ ഞാൻ കേറി വരത്തില്ല. ആരാ കുളിക്കടവില്? അയ്യേ, ഇതെന്തോന്നാ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത്? ഒന്ന് കയറി പോയേ. പറഞ്ഞ പോലെ ഇവിളിപ്പോ വലിയ പെണ്ണായി പോയല്ലോ, ഞാനത് ഓർത്തില്ല. കഷ്ടം, ഇങ്ങനൊരു പാവം ചേട്ടച്ചൻ. ആ ഇങ്ങ് കയറിയോ മോളെ, ഞാൻ തേച്ചു തരാം. ഈ ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ടിറങ്ങിയത് എന്താ? ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ? എന്താ എന്താടാ? അല്ല, ഈ ജലത്തിൽ സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്ലമാണോ കാരണം? അമ്പലമല്ല, നിന്റെ അമ്മയുടെ നായര്. പെങ്കൊച്ചു കുളിക്കുന്ന കടവിൽ അവന്റെ ഒരു അമ്പലം ലയിപ്പിക്കല്. തന്തയ്ക്ക് മുമ്പേ ഓർന്നു എനിക്ക്. ഇങ്ങനെ ഒരു നാശം. 10ാം ക്ലാസ് ജയിച്ചാൽ നേരെ അങ്ങ് നാഗാലാൻഡിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം. എന്തിനു കൊള്ളാം. ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത്? ആർക്കറിയാം. എന്തിനാ ഇപ്പൊ ഈ കിളിച്ചാ മുളച്ചൊക്കെ ചോദിക്കുന്നേ? അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇറങ്ങിയത് മുങ്ങിക്കേ. വേണ്ട ചേട്ടച്ചാ. ചുമ്മാ ഇരിക്കടി, എനിക്കറിയാം. ചേട്ടച്ചൻ എന്താ ഈ അല്ല, ഞാൻ അതിന്റെ അവനവന് അറിയാവുന്നത് ചെയ്താ പോരെ. കടുക് വറക്കുന്ന പോലെ അല്ല മേക്കപ്പ്. ഈ ചേട്ടച്ചനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് ഇരുത്താവോ? ആ, ദേ. ഇങ്ങനെയുണ്ടോ ഒരു വെപ്രാളം? ഞാൻ എന്താ ചെയ്യ ടീച്ചറെ? ആവശ്യമില്ലാത്തവർ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോ. മോക്കിപ്പോ കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും വേണ്ട ചേട്ടച്ചാ. എന്നാ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചാരായം മേടിച്ചു കൊടുക്കും. ചുമ്മാ ഇരണോ? ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ മോഹിനിയാട്ടം ഒന്നും നടക്കത്തില്ല. നന്നായി, ഞാനത് പറയാതിരിക്കേ. ഞാൻ പോയേക്കാം. അതെ, ഒരു ചെറിയ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇവള് വല്ലാതെ വേർക്കുന്നുണ്ട്. ഇങ്ങനെ കുടിക്കാൻ കരിക്കും വെള്ളം വേണോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട. എന്തെങ്കിലും ആരെങ്കിലും ഈ ചേട്ടച്ചനെ ഒന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം. ചേട്ടാ, ഒരു കൊച്ചരങ്ങേറ്റത്തിന് മനുഷ്യന് ഭ്രാന്ത് പിടിച്ച വെറുതെ അല്ല വലിയ ഉത്സവത്തിന് ആനയ്ക്ക് മകളെ വിട്ടേ. ടീച്ചർ തന്നോട് 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ കരിക്ക് വേണോ, വെള്ളം വേണോ, മറ്റത് വേണോ, മറിച്ചത് വേണോ? ഒന്നും എനിക്ക് പന പോലെ വളർന്നില്ലടോ. ടീച്ചർക്ക് ഇഷ്ടമല്ല താവിടെ നിൽക്കണത്. ടീച്ചറെ, ടീച്ചർ ധൈര്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യും. അതെ, ഇതെന്താ കാരണം അറിയോ? അവന് ഒരു കാര്യം. ഇയാൾ ആദ്യം പുറത്തു പോകും. ഇയാൾ ആദ്യം ഒന്ന് പുറത്തു പോയെ. മോളെ ഞാൻ പുറത്തുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഇയാൾ പുറത്തു പോയെ. ചുമ്മാ ചെന്റെ അടുത്ത് കളിക്കണ്ട കേട്ടോ. ആര് കുടിച്ചു? അമ്മായി പോടോ. നാട്ടുകാരി തിരുവാങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് കുമാരി മീനാക്ഷിയുടെ മോഹിനിയാട്ടം അരങ്ങേറ്റം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. Wish you all the best. ഞാൻ ഉടൻ തന്നെ അങ്ങ് പോകും. തീരെ സമയമില്ല. ഇപ്പൊ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് കണ്ടോളാം. നന്നായി ചെയ്യണം കേട്ടോ. പോട്ടെ. ഇങ്ങനെ എവിടെ നിറഞ്ഞു? വാര്യസാറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സാരമില്ല, നന്നായി. മീനാക്ഷി വന്നോളൂ. ഈ പാല് കുടിച്ചോ? അവിടെ കിടന്ന് ഇപ്പൊ വേണ്ട. കുടിച്ചോ. മീനാക്ഷി, മീനാക്ഷി എന്താ ഇത്? അയ്യോ എനിക്ക് വേണ്ട ചേട്ടാ. പറഞ്ഞ കുടിച്ചോളാം. എത്ര നേരമായി കുശുവെക്കുന്നു. ഈ പാല് കുടിച്ചിട്ട് പോയാൽ മതി. വേണ്ട. പാല് കുടിച്ചിട്ട് പോയാൽ പാലെല്ലാം കുടിച്ചാണ്ട് വയറ് വെറുക്കും, ചാടാനൊക്കത്തില്ല. ആര് പറഞ്ഞു? നീ വന്നേ. എനിക്കൊരു പാല് എന്താ ഞാൻ കുടിച്ചോളാം.